പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ യൗസപിതാവിനോടൊപ്പം നമ്മൾ ധ്യാനിക്കുകയാണ്. നമ്മൾ വളർത്തുപിതാവിൻ്റെ പിന്നാലെ യാത്രയാകുമ്പോൾ പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് നൽകിയ ഒരു വചനം ഇതാണ്. ഗലാത്യക്കാർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 24-25 വചനങ്ങൾ. യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം. നാം പരസ്പരം പ്രകോപിപ്പിക്കുന്നവരും അസൂയപ്പെടുന്നവരും വ്യർത്ഥാഭിമാനികളും ആകാതിരിക്കട്ടെ. തുടക്കം ഇങ്ങനെയാണ്: യേശുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. യേശുവിനുള്ളവർ. പ്രിയപ്പെട്ടവരെ, നമ്മൾ നോക്കുമ്പോൾ യേശുവിനുള്ള ഒരു വ്യക്തി, യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നൊരു വ്യക്തി, അത് ജോസഫാണ്. ജോസഫ് ചെയ്ത കാര്യം എന്താണ്? തൻ്റെ ആഗ്രഹങ്ങളെ എല്ലാം മാറ്റിവെച്ചു. തൻ്റെ മോഹങ്ങളെ മാറ്റിവെച്ചു. എൻ്റെ വചനം പറയുകയാണ്, ആത്മാവിലാണ് നമ്മൾ വ്യാപരിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ നടക്കാം. പ്രിയപ്പെട്ടവരെ, ജഡത്തിനാൽ നടന്ന ഒരു വ്യക്തിയല്ല ജോസഫ്. ജോസഫ് നടന്നത് ആത്മാവിലാണ്. ജോസഫ് നടന്നത് ആത്മാവിലാണ് എന്ന് പറയുമ്പോൾ ആത്മാവ് നയിച്ചു. ഒന്ന്, ആത്മാവ് നയിക്കുന്ന വ്യക്തിയുടെ പ്രത്യേകത എന്താ? ആ വ്യക്തിയുടെ പ്രത്യേകത ഇതാണ്: ആ വ്യക്തി ഏത് കാര്യം ചെയ്യുമ്പോഴും ദൈവാത്മാവിനെ അനുസരിക്കും. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിലെ ജോസഫിനെ കുറിച്ച് സുന്ദരമായ ഒരു വചനമുണ്ട്. പഴയ നിയമത്തിലെ ജോസഫിനെ കുറിച്ച് സുന്ദരമായ ഒരു വചനം ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ വചനം. പഴയ നിയമത്തിലെ ജോസഫിനെ കുറിച്ച് വചനം എന്താ പറയുന്നത്? ഫറവോ സേവകന്മാരോട് പറഞ്ഞു, ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്ന ഇവനെപ്പോലെ മറ്റൊരു മനുഷ്യനെ കണ്ടെത്താൻ നമുക്ക് കഴിയുമോ? ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്ന ഇവനെപ്പോലെ മറ്റൊരു മനുഷ്യനെ കണ്ടെത്താൻ നമുക്ക് കഴിയുമോ? പഴയ നിയമത്തിലെ ജോസഫ്, ആ ജോസഫിനെ കുറിച്ച് വചനം പറയുകയാണ്, ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്ന ഒരു വ്യക്തി. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. പഴയ നിയമത്തിലെ ജോസഫിന് എന്താ സംഭവിച്ചത്? തങ്ങളെക്കാൾ അധികമായി അനുജനെ, ജോസഫിനെ പിതാവ് സ്നേഹിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ ജ്യേഷ്ഠന്മാർ ജോസഫിനെ നശിപ്പിക്കാൻ നോക്കുന്നു. എന്നാൽ അവസാനം അവർ ജോസഫിനെ വിൽക്കുന്നു. ജോസഫിനെ വിൽക്കുന്ന ജ്യേഷ്ഠന്മാർ, ജോസഫ് പൊത്തിഫറിൻ്റെ വീട്ടിലെത്തുന്നു. പൊത്തിഫറിൻ്റെ ഭാര്യ ജോസഫിനെ തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. തിന്മയ്ക്ക് കൂട്ടുനിൽക്കുന്നില്ല. തെറ്റായ ആരോപണം പറഞ്ഞ് ജോസഫിനെ ജയിലിലാക്കുന്നു. നമുക്കറിയാം, പഴയ നിയമത്തിലെ ജോസഫിനെ നമ്മൾ കാണുന്നത് എല്ലാവരും തകർക്കാൻ ആഗ്രഹിച്ചൊരു വ്യക്തി. പക്ഷേ പഴയ നിയമത്തിലെ ജോസഫ് നമ്മളോട് പറയും, ആരൊക്കെ തകർക്കാൻ നോക്കിയാലും ദൈവത്തിൻ്റെ ആത്മാവ് നയിച്ചു. ഇനി ജോസഫിൻ്റെ മനോഭാവം എന്തായിരുന്നു? ജോസഫിൻ്റെ മനോഭാവം, പ്രിയപ്പെട്ടവരെ, നമ്മൾ ധ്യാനിക്കുന്നുണ്ട്. ജോസഫിൻ്റെ മനോഭാവം, അവിടെ പഴയ നിയമത്തിലെ ജോസഫിൻ്റെ മനോഭാവം ഇതാണ്. ജോസഫ് 45-ാം അധ്യായം, അവൻ അവരോട് പറഞ്ഞു, എൻ്റെ അടുത്തേക്ക് വരിക എന്ന് പറഞ്ഞു. അവർ അടുത്ത് ചെന്നപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങൾ ഈജിപ്തുകാർക്ക് വിറ്റ നിങ്ങളുടെ സഹോദരൻ ജോസഫാണ് ഞാൻ. എന്നെ വിറ്റതോർത്ത് നിങ്ങൾ വിഷമിക്കുകയോ വിഷാദിക്കുകയോ വേണ്ട. കാരണം
ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവമാണ് എന്നെ നിങ്ങൾക്ക് മുമ്പേ ഇങ്ങോട്ട് അയച്ചത്. നാട്ടിലാകെ ക്ഷാമം തുടങ്ങിയിട്ട് 2 കൊല്ലമായി. ഉഴവും കൊയ്ത്തുമില്ലാത്ത 5 വർഷം ഇനിയുമുണ്ട്. നിങ്ങൾക്ക് ഭൂമിയിൽ സന്തതികളെ നിലനിർത്തുവാനും വിസ്മയകരമായ രീതിയിൽ രക്ഷ നൽകുവാനും വേണ്ടി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാണ്. അതുകൊണ്ട് നിങ്ങളല്ല, ദൈവമാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. പ്രിയപ്പെട്ടവരെ, തന്നെ വിറ്റ ജ്യേഷ്ഠന്മാർ നിവൃത്തിയില്ലാതെ, ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാതെ ഈജിപ്തിലേക്ക് വരുന്നു. അവർ മനസ്സിലാക്കുന്നില്ല തങ്ങൾ വിറ്റ ജോസഫാണ് ഈജിപ്തിൻ്റെ അധികാരിയെന്ന്. എന്നാൽ അവരെ കണ്ടപ്പോഴേ ജോസഫിന് അവരെ മനസ്സിലായി. ജോസഫ് പറഞ്ഞു, നിങ്ങൾ വിറ്റ നിങ്ങളുടെ അനുജനാണ് ഞാൻ. എന്നിട്ട് ജോസഫ് പറഞ്ഞത് എന്താ? നിങ്ങൾ വിറ്റതല്ല, ദൈവം അനുവദിച്ചതാണ്. പരാതികളല്ല അവിടെ, കുറ്റപ്പെടുത്തലല്ല അവിടെ സ്നേഹമാണ്. പ്രിയപ്പെട്ടവർ, ഇതാണ് ആത്മാവ് ഒരു വ്യക്തിയെ നയിക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുവാൻ സാധിക്കും. വിശുദ്ധ ഔസേപ്പിതാവ് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും ദൈവത്തോട് ചേർത്ത് വെച്ച് സ്വീകരിച്ചു. ഇതാണ്, ദൈവം അറിയാതെ, ദൈവം അനുവദിക്കാതെ ഒന്നും ജീവിതത്തിൽ നടക്കുന്നില്ല. ജോസഫിന് പ്രിയപ്പെട്ടവരെ സത്രത്തിൽ ഇടം നിഷേധിക്കപ്പെട്ടു. ജോസഫിന് ഹെരോദസിനോട് വെറുപ്പ് തോന്നാം. ജോസഫിന് മറിയത്തോട് വെറുപ്പ് തോന്നാം. ജോസഫിന് ദൈവത്തോട് പോലും വെറുപ്പ് തോന്നാം. കാരണം ഒരു തീരുമാനവും എടുക്കാൻ പോലും അനുവദിക്കുന്നില്ല. എല്ലാ തീരുമാനവും ദൈവം എടുക്കുന്നു. എന്ന് വെച്ചാൽ ആത്മാവ് നയിക്കുന്ന വ്യക്തി പ്രിയപ്പെട്ടവരെ, ആത്മാവിനാൽ നടത്തപ്പെടുന്ന വ്യക്തിയാണോ? അതാണ് പൗലോസ്ലീഹ പറഞ്ഞത്, നമുക്ക് നമ്മുടെ മോഹങ്ങളെയും ആശകളെയും യേശുവിനോടൊപ്പം കുരിശിൽ തറയ്ക്കാം. എൻ്റെ മോഹങ്ങൾ നടക്കാതെ വരുമ്പോഴാണ് എൻ്റെ ഉള്ളിൽ വെറുപ്പ്, എൻ്റെ ഉള്ളിൽ ദേഷ്യം. എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിച്ചത് പോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴാണ് എൻ്റെ ഉള്ളിൽ ആന്തരികമായ മുറിവുകൾ, പ്രശ്നങ്ങൾ. മറിച്ച് ഞാൻ യേശുവിനോട് കൂടെ അതിനെ ക്രൂശിച്ചിരിക്കുന്നു. യേശുവിൻ്റെ കുരിശിൽ ഞാൻ അർത്ഥം കാണുന്നു. യേശുവിൻ്റെ കുരിശിൽ ഞാൻ അതിന് ഉത്തരം കാണുന്നു. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് നമുക്ക്, അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങൾ, ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ വരികയാണ്. ജോസഫ് പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ ഒരു ക്ഷമയുടെ മാതൃകയാണ്. ഇന്ന് നമ്മുടെ ഉള്ളിൽ ക്ഷമിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനെ നമുക്ക് നേരിടാൻ സാധിക്കണമെങ്കിൽ ഒന്ന്, അത് ദൈവകരങ്ങളിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്ന വ്യക്തിയായിട്ട് മാറുക. ഒരിക്കൽ ഒരു സഹോദരി ധ്യാനിക്കാൻ വന്നു. ഞായറാഴ്ച ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ സഹോദരിയെ കാണുന്നത്. ഈ സഹോദരി പറഞ്ഞു, ഫാദർ, ഞാൻ വിദേശത്ത് നിന്ന് ഒറ്റയ്ക്ക് ധ്യാനം കൂടാൻ വന്നിരിക്കുക. ഫാദർ, എനിക്ക് ഒരു സ്വസ്ഥതയുമില്ല. എനിക്കാകെ ടെൻഷനാണ്, എനിക്ക് പേടിയാണ്, എനിക്കിവിടെ പറയുന്നതൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഈ സഹോദരി പറഞ്ഞത് കേട്ടു. ഞാൻ പറഞ്ഞു, ധ്യാനം കൂട്. അവർ പറഞ്ഞു, എനിക്ക് ഒരു 10 മിനിറ്റ് ഫാദറുമായിട്ട് സംസാരിക്കണം. പ്രിയപ്പെട്ടവരെ, അവർ എൻ്റെ അടുത്ത് വന്നിരുന്നു. അവർ പറയാൻ തുടങ്ങിയത് ഇതാണ്, ഫാദർ, എനിക്കൊരു രോഗമുണ്ട്. അപ്പം ഇവരുടെ ശരീരഭാഗത്ത് ഒരു മുഴ. ഇവരുടെ ഹസ്ബൻഡ് എത്ര നിർബന്ധിച്ചിട്ടും ഹോസ്പിറ്റലിൽ പോകുന്നില്ല. കാരണം ഇത് ക്യാൻസറാണോ, ഇത് പ്രശ്നമാകുമോ, ഭയം. അങ്ങനെ ഇവർ തനിയെ ധ്യാനത്തിന് വന്നിരിക്കുക.
ചോദ്യം പല ആവർത്തി, ഫാദർ ഇത് സുഖപ്പെടുമോ? ഞാൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, ആരോടെങ്കിലും മനസ്സിൽ വെറുപ്പുണ്ടോ? അവർ കുറേ നേരം മൗനമായിരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഫാദർ അവരോട് ക്ഷമിച്ചാലേ എനിക്ക് സൗഖ്യം കിട്ടുള്ളൂ എന്നാണെങ്കിൽ എനിക്ക് സൗഖ്യം വേണ്ട. കുറച്ച് മുമ്പ് ഇത് ഡോക്ടറിനെ പോലും കാണിക്കാൻ പേടി, കാരണം ഇത് എങ്ങാനും ക്യാൻസർ ആണോന്ന് പറയുമോ. പക്ഷേ തൊട്ടടുത്ത് അവർ ആലോചിച്ചിട്ട് പറയുകയാണ്, ഇന്ന വ്യക്തിയോട് ക്ഷമിച്ചാലേ ഈ സൗഖ്യം കിട്ടുകയുള്ളൂ എന്നാണെങ്കിൽ എനിക്കത് വേണ്ട. ഞാൻ ചോദിച്ചു, എന്താണ് കാരണം? അപ്പോൾ അവർ പറഞ്ഞു, ഫാദർ എൻ്റെ വിവാഹം ഇത്ര നാൾ മുമ്പായിരുന്നു. 4 ചേച്ചിമാർക്ക് ഒരനിയൻ. ഈ അനിയൻ്റെ ഭാര്യയായിട്ടാണ് ഞാൻ വരുന്നത്. ഫാദർ സംഭവിച്ച കാര്യം ഇതാണ്. എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ കുഞ്ഞിലെ അപ്പൻ മരിച്ചതാണ്, എല്ലാം നോക്കിയത് അമ്മയാണ്, അതുകൊണ്ട് അമ്മയെ സ്നേഹിക്കണം. ഞാൻ എൻ്റെ സ്വന്തം അമ്മയെപ്പോലെ സ്നേഹിക്കാൻ തുടങ്ങി. പക്ഷേ എന്നെ എൻ്റെ അമ്മായിയമ്മ, എൻ്റെ മദറിലോ എന്നെ കണ്ടത് ശത്രുവായിട്ടാണ്. എന്നെ കണ്ടത് അങ്ങനെയാണ്. എൻ്റെ ഹസ്ബൻഡ് വിദേശത്ത് ജോലി ചെയ്യുന്നു, ഞാൻ ഈ അമ്മയോടൊപ്പം താമസിക്കുന്നു, എനിക്ക് 2 കുട്ടികളുണ്ടാകുന്നു. ഫാദർ എന്നാൽ എല്ലാം ഞാൻ സഹിച്ചു. എൻ്റെ വീട്ടുകാരെ പറയാത്തതൊന്നുമില്ല. പക്ഷേ എൻ്റെ മൂത്ത കുട്ടി 1ാം ക്ലാസ്സിലും എൻ്റെ രണ്ടാമത്തെ കുട്ടി LKGയിലും പഠിക്കുന്ന സമയം ഞാൻ കിടക്കുന്ന ബെഡ്റൂമിലെ എയർ കണ്ടീഷൻ കേടായി. ഞാനത് എൻ്റെ ഹസ്ബൻഡിനോട് ഫോണിലൂടെ പറഞ്ഞു. ഹസ്ബൻഡ് ആ എയർ കണ്ടീഷൻ ശരിയാക്കുന്ന മെക്കാനിക്കിനെ വിളിച്ച് പറഞ്ഞു. അത് ശരിയാക്കുന്ന ഒരു ചെറുപ്പക്കാരൻ പിറ്റേ ദിവസം ഉച്ച കഴിഞ്ഞ് വീട്ടിൽ വന്നു. അമ്മ അന്ന് രാവിലെ തൊട്ട് എന്നോട് വഴക്കാണ്. എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ എല്ലാം ചെയ്തു കൊടുക്കും. എനിക്ക് ചിലപ്പോഴൊക്കെ ഞാനും പൊട്ടിത്തെറിച്ച് പോകും, എങ്കിലും ഞാൻ അതിനെല്ലാം മാപ്പ് ചോദിക്കും. കാരണം എൻ്റെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ട്. അത്രയും സ്നേഹം എൻ്റെ ഭർത്താവ് എനിക്ക് തരുന്നുണ്ടായിരുന്നു. പക്ഷെ അന്ന് സംഭവിച്ച കാര്യം എനിക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ഫാദർ. അന്ന് ഈ മെക്കാനിക്ക് വന്നു, എയർ കണ്ടീഷൻ ശരിയാക്കുന്നു. എന്നോട് പറഞ്ഞു അത് റിപ്പയർ ചെയ്യാൻ ഒരു കേബിളിൻ്റെ ആവശ്യമുണ്ട്. ഞാൻ ആ കേബിളൊക്കെ കിടക്കുന്ന മുറിയിൽ നിന്ന് ഒരു കേബിൾ എടുത്തുകൊണ്ടുപോയി മെക്കാനിക്കിന് ആ മുറിയിൽ കൊടുക്കുന്നു. എൻ്റെ ബെഡ്റൂമിൽ മെക്കാനിക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ആ മുറിയിൽ ചെന്നപ്പോൾ സംഭവിച്ച കാര്യം, ഈ അമ്മ ആ റൂം പുറത്തു നിന്ന് പൂട്ടി. റോഡ് സൈഡാണ് ഞങ്ങളുടെ വീട്. എന്നിട്ട് റോട്ടിലേക്ക് ഇറങ്ങി നിന്ന് ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. അവൾ വേറൊരുത്തനെ വിളിച്ച് മുറിയിൽ കയറ്റിയിരിക്കുന്നു. ഫാദർ, നാട്ടുകാരുടെ മുമ്പിൽ, സമൂഹത്തിൻ്റെ മുമ്പിൽ ഞാൻ മോശപ്പെട്ടവളായി. ശരിയാണ് ഫാദർ, അതാരും അംഗീകരിച്ചില്ല. അത് ഈ അമ്മയുടെ പ്രവൃത്തിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. പക്ഷെ അന്ന് തൊട്ട് ഞാൻ പള്ളിയിൽ പോകാതായി, അന്ന് തൊട്ട് ഞാൻ ജോലിക്ക് പോകാതായി, അന്ന് തൊട്ട് പിന്നെ എൻ്റെ ഹസ്ബൻഡ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. പ്രിയപ്പെട്ടവരെ, ഈ സഹോദരി പറയാൻ തുടങ്ങി. ഈ സഹോദരി ഈ ബ്യൂട്ടീഷ്യനൊക്കെ പഠിച്ച്, അത് മാത്രമല്ല ഈ കേക്കൊക്കെ നല്ല ടേസ്റ്റായിട്ട് കേക്കൊക്കെ ഉണ്ടാകും. എന്നിട്ട് ടൗണിൽ ഒരു സ്ഥാപനമിട്ട്, ഒരു സ്ഥാപനത്തിൽ കേക്ക് കൊടുക്കുന്നു, മറ്റൊരു സ്ഥാപനത്തിൽ ഈ ബ്യൂട്ടീഷ്യൻ നടത്തുന്നു. സ്വന്തമായിട്ട് വാഹനമോടിച്ച് ഒരു പാഷനായിട്ട് ആ സഹോദരനോട് പറഞ്ഞ, എനിക്ക് പാഷനായിരുന്നു എൻ്റെ ബിസിനസ്, എൻ്റെ ജോലി. എനിക്ക് അത്രയും സന്തോഷമായിരുന്നു. ഈ സംഭവം നടന്നതിന് ശേഷം ഞാൻ കട തുറന്നിട്ടില്ല, ഞാൻ വണ്ടി ഓടിച്ചിട്ടില്ല. എനിക്ക് പാഷനായിരുന്നു ഡ്രൈവിങ്, അത് ഞാൻ ചെയ്തിട്ടില്ല. 2 ഫാദർ, എനിക്ക് അത്രയും സ്നേഹമായിരുന്നു, എനിക്ക് അത്രയും ഇഷ്ടമായിരുന്നു എൻ്റെ
ഹസ്ബൻഡിനോട്. പക്ഷേ ഇത് കഴിഞ്ഞ പിന്നെ എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ സ്നേഹിക്കണമെന്നുണ്ട്, പക്ഷെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. ഫാദർ, അവിചാരിതമായിട്ട് വേറൊരു കാര്യം സംഭവിച്ചു. തെറ്റിലേക്കൊന്നും പോയില്ല. എൻ്റെ ഭർത്താവിനെ ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ എന്നോടൊപ്പം പഠിച്ച ഒരു സുഹൃത്തുമായി എനിക്ക് മോശമായ രീതിയിലുള്ള സംസാരം വന്നു. എനിക്കങ്ങനെ ഒരു സംസാരം വന്നു. ഞാൻ വേറൊന്നിനും വേണ്ടിയല്ല, പക്ഷേ എനിക്കങ്ങനെ ഒരു റിലേഷൻ വന്നു. എന്നിട്ട് ഇവർ പറഞ്ഞു, ഫാദർ, ഇപ്പോൾ ഞാൻ രോഗിയാണ്. ഇപ്പം എന്തൊക്കെ സംഭവിച്ചു? ഇവരൊരു കാര്യം ജീവിതത്തിൽ ഒരു കാര്യം അംഗീകരിക്കാൻ പറ്റിയില്ല. ഈ അമ്മ ചെയ്ത പ്രവൃത്തി ഇവരുടെ ഉള്ളിൽ അത് ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കാൻ പറ്റിയില്ല. എന്ത് സംഭവിച്ചു? ഇവരുടെ ഉള്ളിൽ ഇവർക്ക് ഏറ്റവും സന്തോഷം നൽകിക്കൊണ്ടിരുന്ന ഇവരുടെ ജോലി, ഇവരുടെ പാഷനായിരുന്ന ഇവരുടെ ബിസിനസ്, ഡ്രൈവിംഗ്, ഇവർക്ക് സന്തോഷം നൽകിയ കാര്യം നഷ്ടമായി. 2, ഇവർക്ക് ആഗ്രഹമുണ്ട് ഭർത്താവിനെ സ്നേഹിക്കണം, മക്കളെ സ്നേഹിക്കണം, പക്ഷെ പറ്റുന്നില്ല. അവരാഗ്രഹിക്കുന്ന നടക്കുന്നില്ല. 3, എന്ത് സംഭവിച്ചു? അവരൊരിക്കലും പോകാൻ ആഗ്രഹിക്കാത്ത തിന്മയിലേക്ക് അവർ പോകാൻ തുടങ്ങി. 4, അവർ രോഗിയായി മാറി. കേട്ടോ, നമ്മൾ ജീവിതത്തിൽ സംഭവിക്കുന്നൊരു കാര്യത്തെ നമ്മൾ എടുക്കേണ്ട രീതിയിൽ എടുത്തില്ലെങ്കിൽ, ആ കാര്യത്തെ ആത്മാവ് നമ്മളെ സഹായിച്ചില്ലെങ്കിൽ, അത് നമ്മുടെ ജീവിതത്തിൽ മുറിവേൽപ്പിക്കും, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നമാകും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, ജോസഫ് എല്ലാം സ്വീകരിച്ചത് ദൈവത്തിൽ നിന്നാണ്, ദൈവത്തോട് ചേർത്ത് വെച്ച. അപ്പോഴാണ് അതെല്ലാം നന്മയായത്. ഇപ്പം ഞാൻ പറഞ്ഞു, സഹോദരി, ഞാൻ മനസ്സിലാക്കുക, ഇത്രയും കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു. ഫാദർ, ഞാനൊരു കാര്യം പറയട്ടെ ഫാദർ, എനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല. ഇനി എനിക്ക് വേണമെങ്കിൽ ഫാദറിനോട് പറയാം ഞാനവരോട് ക്ഷമിച്ചുവെന്ന്, പക്ഷേ എൻ്റെ ഉള്ളിൽ നിന്ന് അത് പോകില്ല ഫാദർ. പ്രിയപ്പെട്ടവരെ, എനിക്കവരോട് പ്രത്യേകിച്ചൊന്നും പറയാനുണ്ടായിരുന്നില്ല. ആക്ച്വലി എനിക്കൊന്നും അവരോട് പറയാനോ ഉപദേശിക്കാനോ ഇല്ല. കാരണം അവരുടെ ഡിസിഷൻ കറക്റ്റാണ്. എനിക്ക് അതൊരിക്കലും ഉള്ളിൽ നിന്ന് ക്ഷമിക്കാൻ പറ്റില്ല. ഞാൻ അവരോട് പറഞ്ഞു, ആ സ്റ്റേജിൻ്റെ ഇടതുവശത്ത് ഒരു കുരിശിൻ്റെ രൂപമുണ്ട്, ആ ക്രൂശിലേക്ക് നോക്കി പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, അതാണ് ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നത്. ഞാനോട് പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ ചൊവ്വാഴ്ച ദിവസം കുമ്പസാരമൊക്കെയാണ്. കുമ്പസാരം കഴിഞ്ഞ് കുർബാനയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഇവർ എൻ്റെ അടുത്ത് വന്നു, ഫാദർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ഫാദറിനോട് പറഞ്ഞില്ലേ എനിക്കൊരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല. പക്ഷെ ഫാദർ, ഒരു കാര്യം സംഭവിച്ചു. ഈശോ എന്നോട് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഈ കുരിശ്? ഈശോ എന്നോട് പറഞ്ഞു, യു ആർ ഷെയറിങ് മൈ സഫറിങ് ഇൻ യുവർ ലൈഫ്. യു ആർ ഷെയറിങ് മൈ സഫറിങ് ഇൻ യുവർ ലൈഫ്. എൻ്റെ സഫറിങ് രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു. എൻ്റെ സഫറിങ് എൻ്റെ പിതാവിൽ നിന്നാണ് ഞാൻ സ്വീകരിച്ചത്. ആൻഡ് യു ആർ ഹിയർ, യു ആർ ഷെയറിങ് മൈ സഫറിങ്. ഫാദർ, ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നവളാണെന്ന് ഞാൻ അഭിമാനിച്ചിരുന്നു. പക്ഷേ യേശുവിനോടൊപ്പം എനിക്ക് പങ്കാളിത്തം കിട്ടിയത്, യേശുവിനോടൊപ്പം ഞാൻ പങ്കാളിയായത് എൻ്റെ ഈ വേദനയിലാണ്. യേശുവിനോടൊപ്പം ഞാൻ പങ്കാളിയായത് എൻ്റെ ഈ വേദനയില്ല. ഫാദർ, യേശുവിൻ്റെ വേദന അനേകർക്ക് രക്ഷയായെങ്കിൽ എൻ്റെ ഈ സഹനം എൻ്റെ കുടുംബത്തിനുള്ള രക്ഷയുടെ വഴിയല്ലേ? ഞാൻ പറഞ്ഞു, ഇപ്പോൾ സഹോദരിയോട് സംസാരിച്ചത് പരിശുദ്ധാത്മാവാണ്, ഇപ്പോൾ സഹോദരിയോട് സംസാരിച്ചത് യേശുവാണ്. പ്രിയപ്പെട്ടവരെ, അത്രയും നേരം എന്താ സംഭവിച്ചത്? അത്രയും നേരം സംഭവിച്ച കാര്യം, ആ സഹോദരി ആ പ്രശ്നത്തെ സ്വീകരിച്ചിരുന്നത്, പ്രിയപ്പെട്ടവരെ, അവരുടെ മദറിലോ അമ്മായിയമ്മയിൽ നിന്ന്. എന്നാൽ അത് ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ചു. അത് ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ചു. നമ്മൾ ഓർക്കേണ്ട കാര്യം, പ്രിയപ്പെട്ടവരെ, ജോസഫ് ഈ സത്രത്തിൽ ഇടം കിട്ടിയില്ല എന്ന അവസ്ഥ,
വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായ ഒരു സ്ത്രീയെ സ്വീകരിക്കുന്നു എന്ന അവസ്ഥ, തൻ്റേതല്ലാത്ത കുഞ്ഞിന് വേണ്ടി കഷ്ടപ്പെടുക എന്നൊരവസ്ഥ, പ്രിയപ്പെട്ടവരെ ഹെരോദസിനെ പേടിച്ചോടിപ്പോവുക എന്ന അവസ്ഥ, ഈ അവസ്ഥകളെല്ലാം ജോസഫ് സ്വീകരിച്ചത് ദൈവകരങ്ങളിൽ നിന്ന്. ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ചപ്പോൾ അതെല്ലാം ദൈവം രക്ഷാകരമാക്കി മാറ്റി. ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ചപ്പോൾ അതിനെല്ലാം പരിഹാരം ദൈവം ചെയ്തു. നമ്മളിന്ന് പലപ്പോഴും കിടക്കുന്നത് മറ്റുള്ളവർ ഒരുക്കിയ കുരിശിലാണ്. നമ്മൾ പലപ്പോഴും കിടക്കുന്നത് മറ്റുള്ളവർ വിധിച്ച കുരിശിലാണ്. പ്രിയപ്പെട്ടവരെ, എൻ്റെ അയൽവക്കക്കാർ വിധിച്ച, എൻ്റെ ജീവിത പങ്കാളി വിധിച്ച, മറ്റുള്ളവർ വിധിച്ച കുരിശിൽ ഞാൻ കിടക്കുന്നു. മറ്റുള്ളവർ വിധിച്ച കുരിശിൽ ഞാൻ കിടക്കുമ്പോൾ എനിക്ക് രക്ഷയില്ല. ദൈവം അനുവദിച്ചതായ കുരിശേ എനിക്ക് രക്ഷാകരമാകൂ. ഈശോ പീലാത്തോസിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈശോ എന്ത് പറഞ്ഞു? ഈശോ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കുക. ഈശോ പറഞ്ഞ വാക്കിതാണ്: പിതാവിൽ നിന്ന് അധികാരം ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ നിനക്കെൻ്റെ മേൽ അധികാരമില്ല. എന്ന് വെച്ചാൽ എല്ലാം ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുക. അപ്പോൾ ആത്മാവിനാൽ നയിക്കപ്പെടുക. ജോസഫ്, പഴയ നിയമത്തിലെ ജോസഫ് ആത്മാവിനാൽ നയിക്കപ്പെട്ടു. പുതിയ നിയമത്തിലെ ജോസഫ് ആത്മാവിനാൽ നയിക്കപ്പെട്ടു. ഈ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തിയുടെ പ്രത്യേകത എന്താ? ആ വ്യക്തി, പ്രിയപ്പെട്ടവരെ, കൊടുക്കുന്ന വ്യക്തിയായിട്ട് മാറും, ക്ഷമ കൊടുക്കുന്ന വ്യക്തിയായിട്ട് മാറും, സ്നേഹം കൊടുക്കുന്ന വ്യക്തിയായിട്ട് മാറും. ആ വ്യക്തി സമാധാനം കൊടുക്കുന്ന വ്യക്തിയായിട്ട് മാറും. അപ്പോൾ നമ്മൾ വിശുദ്ധ ഔസേപ്പിതാവിൽ കാണുന്നത് ഒരു കൊടുക്കുന്ന ഒരു പിതാവിനെയാണ്, കൊടുക്കുന്ന ഒരു വ്യക്തിയെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, വിശുദ്ധ ഔസേപ്പിതാവിനെ ഇന്ന് നമ്മുടെ കുടുംബത്തിൻ്റെ മുമ്പിൽ, ജീവിതത്തിൻ്റെ മുമ്പിൽ പരിശുദ്ധാത്മാവ് തരുമ്പോൾ നമ്മളൊരു കാര്യം ഓർക്കുക. നമ്മൾ എങ്ങനെയാണ് ഒരു കാര്യത്തോട് സമീപിക്കുന്നത്? എങ്ങനെയാണ് ഞാൻ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നൊരു വ്യക്തിയാണോ? പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അവിടെ അത് രക്ഷാകരമായിട്ട് മാറും. എന്ന് വെച്ചാൽ ഞാൻ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്ന വ്യക്തിയാകും. അല്ലേ? അവിചാരിതമായിട്ടല്ല. ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ഒന്നും അവിചാരിതമായിട്ട് സംഭവിക്കുന്നില്ല. ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നുവോ അതെല്ലാം ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. ഇത് മനസ്സിലാക്കാനുള്ള കൃപ തരുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നുവോ അതെല്ലാം, പ്രിയപ്പെട്ടവരെ, ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ട് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ആത്മാവിൽ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ആത്മാവിൽ നടക്കാം. ആത്മാവ് നടത്തിയ ഒരു വ്യക്തി ബൈബിളിൽ അത് കൃത്യമാണ്. എല്ലാ കാര്യങ്ങളിലും എവറി മൊമെൻറ്റ് ആ വ്യക്തിയെ നയിക്കുന്നത് യുക്തിയല്ല, ബുദ്ധിയല്ല, അറിവല്ല, നയിക്കുന്നത് മുഴുവനും പരിശുദ്ധാത്മാവ്. പ്രിയപ്പെട്ടവരെ, ആത്മാവ് നയിക്കുന്ന ഒരു കുടുംബമാവുക, ആത്മാവ് നയിക്കുന്ന ഒരു കുടുംബനാഥനാവുക, ആത്മാവ് നയിക്കുന്ന ഒരു കുടുംബനാഥയാവുക. എന്നെ എൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് നയിക്കേണ്ടത് പരിശുദ്ധാത്മാവാ. എന്നെ എൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് നയിക്കേണ്ടത് പരിശുദ്ധാത്മാവാ. എന്നെ എൻ്റെ മക്കളുടെ അടുത്തേക്ക് നയിക്കേണ്ടത് പരിശുദ്ധാത്മാവാ. എന്നെ എൻ്റെ ജോലി സ്ഥലത്തേക്ക് നയിക്കേണ്ടത് പരിശുദ്ധാത്മാവാ. എന്നെ ഞാൻ ശുശ്രൂഷ ഇടങ്ങളിലേക്ക് നയിക്കേണ്ടത് പരിശുദ്ധാത്മാവാ. ആത്മാവ് നയിക്കുന്ന വ്യക്തിയായിട്ട് ഞാനും നിങ്ങളും ജീവിതത്തിൽ മാറുക. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ കൃപ, അഭിഷേകം നമ്മളിലേക്ക് കടന്നു വരും. ദൈവം അതിന് വഴി തുറക്കും. അതിനുവേണ്ടി നമുക്ക് ഈ ആരാധനയിൽ ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യ സ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. അമ്മയേകിടും സ്നേഹത്തെക്കാൾ ലോകം നൽകിടും സ്നേഹത്തെക്കാൾ, അമ്മയേകിടും സ്നേഹത്തെക്കാൾ
സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ. അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ. സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ. നിത്യരക്ഷയായി എന്നെ രക്ഷിച്ചു. നിത്യരക്ഷയായി എന്നെ രക്ഷിച്ചു. ഏകരക്ഷകൻ യേശുവിനാൽ, ലോകരക്ഷകൻ യേശുവിനാൽ. ഏകരക്ഷകൻ യേശുവിനാൽ, ലോകരക്ഷകൻ യേശുവിനാൽ. നിൻഹിതം ചെയ്യുവാൻ അങ്ങെപ്പോലാകാൻ, നിൻഹിതം ചെയ്യുവാൻ അങ്ങെപ്പോലാകാൻ. എന്നെ നൽകുന്നു പൂർണ്ണമായി, മോദമോടിത പൂർണ്ണമായി. എന്നെ നൽകുന്നു പൂർണ്ണമായി, മോദമോടിത പൂർണ്ണമായി. ആരാധിച്ചിടും കുമ്പിട്ടിടും ഞാൻ, ആരാധിച്ചിടും കുമ്പിട്ടിടും ഞാൻ. സ്വർഗനാടതിൽ യേശുവിനെ, സത്യദൈവമാം യേശുവിനെ. സ്വർഗനാടതിൽ യേശുവിനെ, സത്യദൈവമാം യേശുവിനെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ ഉണ്ടായിരിക്കട്ടെ. പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് ഈശോയുടെ മുമ്പിൽ കരങ്ങൾ കൂപ്പി ഏറ്റവും ഭക്തിയോടെ ആയിരിക്കാം. ഒരു വചനം നമുക്ക് ധ്യാനിക്കാം. സങ്കീർത്തനം 103 1 മുതൽ 4 വരെ വചനങ്ങൾ. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, എൻ്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധനാമത്തെ പുകഴ്ത്തുക. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹങ്ങളൊന്നും മറക്കരുത്. അവിടുന്ന് നിൻ്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിൻ്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. അവിടുന്ന് നിൻ്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു. അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു. നിൻ്റെ യൗവനം കഴുകൻ്റേതുപോലെ നവീകരിക്കപ്പെടുവാൻ വേണ്ടി നിൻ്റെ ജീവിതകാലം അത്രയും നിന്നെ സംതൃപ്തനാക്കുന്നു. പ്രിയപ്പെട്ടവരെ, വചനം ഓർമ്മിപ്പിക്കുകയാണ്. സങ്കീർത്തകൻ പറയുകയാണ് തൻ്റെ ആത്മാവിനോട്, എൻ്റെ ആത്മാവെ കർത്താവിനെ സ്തുതിക്കുക, എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹങ്ങൾ മറക്കരുത്. നീ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ മറക്കാതെ ദൈവത്തെ ആരാധിച്ചാൽ, നീ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ മറക്കാതെ നീ ദൈവത്തെ ആരാധിച്ചാൽ എന്ത് സംഭവിക്കും? നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തും, നീതിയുടെ മഹത്വം കൊണ്ട് നിന്നെ കിരീടമണിയിക്കും, നിന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ പ്രതിസന്ധികളിൽ നിന്ന് പുറത്തു വരാൻ ഏറ്റവും നല്ല വഴി ഇതാണ്. ഇന്നലകളിലെ ദൈവാനുഗ്രഹത്തെ ഓർത്ത് ദൈവത്തെ ആരാധിക്കുക. ഇന്നലകളിൽ ദൈവം ചെയ്ത വലിയ കാര്യങ്ങളെ ഓർത്ത് ദൈവത്തെ ആരാധിക്കുക എന്നതാണ് ഇന്നത്തെ പ്രതിസന്ധികളിൽ നിന്ന് പുറത്തു കടക്കാനുള്ള വാതിൽ. ഒരു നിമിഷം നമുക്ക് കരങ്ങൾ ഉയർത്തി ഈശോയെ ആരാധിക്കാം. യേശുവേ, സകല മക്കളോടും ചേർന്ന് എവിടെയെല്ലാം ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ ആരൊക്കെ ഇരിക്കുന്നുവോ അവരോടെല്ലാം ചേർന്ന് ഇപ്പോൾ വീടുകളിലായിരുന്നു കൊണ്ട്, കുടുംബത്തിലായിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരോടും ചേർന്ന്, രോഗികളോട് ചേർന്ന്,
സാമ്പത്തിക പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നവരോട് ചേർന്ന്, പലവിധ പ്രതിസന്ധികളിൽ നിൽക്കുന്ന മക്കളോട് ചേർന്ന്, യേശുവേ കഴിഞ്ഞ നാളുകളിൽ അങ്ങ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ, അങ്ങ് ഞങ്ങളുടെ വരുമാന മാർഗത്തിൻ്റെ മേൽ, അങ്ങ് ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ മേൽ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ ആരാധന. നാം ആർത്തില്ലെങ്കിൽ ഈ കല്ലുകളാർക്കും രാജാതിരാജനു മഹത്വം. നാം മിണ്ടാതിരുന്നാൽ ഈ ഭൂതലം പാടും ദേവാദിദേവനു മഹത്വം. നാം ആർത്തില്ലെങ്കിൽ ഈ കല്ലുകളാർക്കും രാജാതിരാജനു മഹത്വം. നാം മിണ്ടാതിരുന്നാൽ ഈ ഭൂതലം പാടും ദേവാദിദേവനു മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, എത്ര മഹാത്ഭുതനാമം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവിൻ മധുരിമനാമം. ഹല്ലേലൂയ, ഹല്ലേലൂയ, എത്ര മഹാത്ഭുതനാമം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവിൻ മധുരിമനാമം. വാഴ്ത്തി വണങ്ങി നമസ്കരിക്കാൻ ഒരു നാമമുണ്ട്. വാനവും ഭൂമിയും ഏവരും വണങ്ങും യേശുവിൻ നാമം. വാഴ്ത്തി വണങ്ങി നമസ്കരിക്കാൻ ഒരു നാമമുണ്ട്. വാനവും ഭൂമിയും ഏവരും വണങ്ങും യേശുവിൻ നാമം. ഹല്ലേലൂയ, ഹല്ലേലൂയ, എത്ര മഹാത്ഭുതനാമം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവിൻ മധുരിമനാമം. ഹല്ലേലൂയ, ഹല്ലേലൂയ, എത്ര മഹാത്ഭുതനാമം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവിൻ മധുരിമനാമം. ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഔസേപ്പിതാവിനോട് ചേർന്ന് നമ്മൾ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ ആരാധിക്കുമ്പോൾ നമ്മൾ ധ്യാനിക്കുകയായിരുന്നു. ആ വചനം ഒരിക്കൽ കൂടി നമുക്ക് കേൾക്കാം. ഗലാത്യക്കാർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 24-25 തിരുവചനങ്ങൾ. യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം. നാം പരസ്പരം പ്രകോപിപ്പിക്കുന്നവരും അസൂയപ്പെടുന്നവരും വ്യർത്ഥാഭിമാനികളും ആകാതിരിക്കട്ടെ. യേശുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. യേശുവിനുള്ളവർ, യേശുവിനു വേണ്ടി പിതാവ് കണ്ടെത്തിയ, യേശുവിൻ്റെ അടുത്ത് നിൽക്കാൻ പിതാവ് കണ്ടെത്തിയ ഒരു വ്യക്തിയാണ് ജോസഫ്. ഈ വചനം വെച്ച് ധ്യാനിക്കുക. യേശുവിനുള്ളവർ, യേശുവിൻ്റെ അടുത്ത് നിൽക്കുന്നവർ, അവരെന്ത് ചെയ്യും? വചനം പറയുന്നു, അവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. ജോസഫ് എന്ന പുരുഷന്
ഒരു മോഹമുണ്ടായിരുന്നു. ആ മോഹം എന്തായിരുന്നു? താൻ ഒരു വിവാഹം കഴിക്കുക, ആ വിവാഹത്തിൽ തനിക്ക് ഒരു കുഞ്ഞുണ്ടാവുക. അത് ജോസഫിൻ്റെ മോഹം. ജോസഫ് എന്ന ഒരു സാധാരണ പുരുഷന് ഒരു പക്ഷേ മറിയം അമലോത്ഭവയാണെന്ന് വേണമെങ്കിൽ പറയാം. ജോസഫ് അങ്ങനെയൊന്നുമല്ല. എല്ലാ വികാരങ്ങളുമുള്ള ഒരു സാധാരണ പുരുഷൻ. ആ ജോസഫിന് ഒരു ഏറ്റവും സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ കൂടെ ജീവിക്കുമ്പോൾ ഒരു പുരുഷനുണ്ടാകാവുന്ന എല്ലാ വികാരങ്ങളും ജോസഫിനുണ്ടായിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. ഇതാ, ക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ വികാരങ്ങളെ ക്രിസ്തുവിനോ ക്രൂശിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത്രയും കൃത്യതയുള്ള ഒരു വ്യക്തി, പ്രിയപ്പെട്ടവരെ, നമുക്ക് യേശുവിനോടൊപ്പം കാണാൻ പറ്റില്ല. ഇതാ, തൻ്റെ മോഹം, തനിക്കൊരു മോഹമുണ്ടായിരുന്നു, തൻ്റെ ശരീരത്തിന് ഒരു വികാരമുണ്ടായിരുന്നു. യേശുവിനുള്ളവർ ക്രൂശിച്ചിരിക്കുന്നു എന്ന് പൗലോസ്ലീഹ പറയുമ്പോൾ അത് കൃത്യമാകുന്നുണ്ട് ഈ ജീവിതത്തിൻ്റെ മേൽ. അത് കൃത്യമായിട്ട് മാറുന്നുണ്ട് ഈ ജീവിതത്തിൻ്റെ മേൽ. പ്രിയപ്പെട്ടവരെ, എൻ്റെ മോഹങ്ങൾ നടക്കാതെ വരുമ്പോൾ എന്നിൽ സംഭവിക്കുന്നതാണ്. എൻ്റെ വികാരങ്ങൾക്ക് സ്നേഹിക്കപ്പെടുക, അംഗീകരിക്കപ്പെടുക, പരിഗണിക്കപ്പെടുക, മനസ്സിലാക്കപ്പെടുക എന്ന എൻ്റെ വികാരങ്ങൾക്ക് എതിരായിട്ടൊരു കാര്യം സംഭവിക്കുമ്പോൾ എന്നിൽ സംഭവിക്കുന്നതാണ് വെറുപ്പ് അഥവാ ആന്തരിക മുറിവ്. പഴയ നിയമത്തിൽ ഇവിടെ വചനം പറയുകയാണ്, നമ്മൾ ആത്മാവിലാണ് നടക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം. പഴയ നിയമത്തിൽ നമ്മൾ കണ്ടു, പഴയ നിയമത്തിൽ ജോസഫിനെ കുറിച്ച് വചനം പറയുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്ന ഇവനെ പോലെ വേറൊരുവനുണ്ടോ? ഇനി ആ ജോസഫ് എന്താ ചെയ്തത്? ജോസഫിന് എന്ത് സംഭവിച്ചു? ശ്രദ്ധിക്കുക. ജോസഫിന് സംഭവിച്ച കാര്യം, ജോസഫിനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു മോഹം ഉണ്ടായിരുന്നു. ജീവിതകാലം മുഴുവനും പിതാവിൻ്റെ സ്നേഹവും പിതാവിൻ്റെ വാത്സല്യവും പറ്റി വീട്ടിൽ വളരുക. എന്നാൽ ജോസഫിൻ്റെ മോഹത്തെ തകർത്തു ആര്? ജോസഫിൻ്റെ ചേട്ടന്മാർ. അവരവനെ വിറ്റു. ജോസഫിനൊരു വികാരമുണ്ടായിരുന്നു, ഒരു സന്തോഷം അനുഭവിക്കുക. എന്നാൽ ആ വികാരത്തെ പൊത്തിഫറിന്റെ ഭാര്യ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ജോസഫ് ആ വികാരത്തിന് കീഴ്പ്പെട്ടില്ല, നോ പറഞ്ഞു. എന്ത് സംഭവിച്ചു? ജോസഫ് ആ വികാരത്തിൻ്റെ പേരിൽ തന്നെ അവൻ എന്നെ മോശമായിട്ട് ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് പൊത്തിഫറിന്റെ ഭാര്യ ഇല്ലാത്ത കേസ് കൊടുത്തു. ജോസഫ് ജയിലിലായി. എന്നാൽ ജോസഫ് പിന്നീട് ഈജിപ്തിൻ്റെ അധിപനായിട്ട് മാറുമ്പോൾ തന്നെ വിറ്റ, തൻ്റെ മോഹങ്ങൾ തല്ലിയുടച്ച ആ ജ്യേഷ്ഠന്മാർ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ജോസഫ് എന്താ ചെയ്തത്? ജോസഫ് പറഞ്ഞു, നിങ്ങൾ എന്നെ വിറ്റതല്ല, ദൈവം എന്നെ അയച്ചതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ തൃപ്തിപ്പെടാത്ത വികാരങ്ങൾ, സ്നേഹിക്കപ്പെടുക, അംഗീകരിക്കപ്പെടുക, മനസ്സിലാക്കപ്പെടുക, പരിഗണിക്കപ്പെടുക, ഇതെല്ലാം നമുക്ക് ആഗ്രഹമുണ്ട്, ഇതെല്ലാം മോഹമുണ്ട്. എന്നാൽ അത് മുറിവേൽക്കും. ഒരു പക്ഷേ എൻ്റെ ശരീരത്തിലെ വികാരങ്ങളെ ചിലർ മുറിവേൽപ്പിക്കും. ഞാൻ എൻ്റെ അറിയാത്ത പ്രായത്തിൽ ദുരുപയോഗിക്കപ്പെടും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ വെറുപ്പ്, ആന്തരിക മുറിവുകൾ വരും. ഈ ആന്തരിക മുറിവുകൾ, വെറുപ്പ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ എന്ത് സംഭവിക്കും? സംഭവിക്കുന്ന കാര്യം എന്താ? ഒരു വ്യക്തിയെ ഭരിക്കുന്നത് വെറുപ്പാകുമ്പോൾ, ഒരു വ്യക്തിയെ ഭരിക്കുന്നത് ഭയം അല്ലെങ്കിൽ അപകർഷതാബോധം, ഒരു വ്യക്തിയെ ഭരിക്കുന്നത് ഞാൻ കൊള്ളില്ല, ഞാൻ ചീത്തയാണ്, ഞാൻ ചീത്തയായ വ്യക്തിയാണ് എന്ന ചിന്തയാണ് ഒരാളെ ഭരിക്കുന്നതെങ്കിൽ അയാൾ ആ വെറുപ്പിൻ്റെ കീഴിലാണ്, അയാൾ ആ അപകർഷതാബോധത്തിൻ്റെ കീഴിലാണ്, അയാൾ ആ ഭയത്തിൻ്റെ കീഴിലാണ്, അയാൾ ആ കുറ്റബോധത്തിൻ്റെ കീഴിലാണ്. ഓർക്കുക, ഭയത്തിൻ്റെ കീഴിൽ നിൽക്കുമ്പോൾ, വെറുപ്പിൻ്റെ കീഴിൽ നിൽക്കുമ്പോൾ, കുറ്റബോധത്തിൻ്റെ കീഴിൽ നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒരിക്കലും നമുക്ക് സന്തോഷം അനുഭവിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഉള്ളിൽ വെറുപ്പുള്ളപ്പോൾ, നമ്മുടെ ഉള്ളിൽ ഒരു ആന്തരിക മുറിവുള്ളപ്പോൾ ഒന്ന് നമുക്ക് സന്തോഷം നഷ്ടപ്പെടും. എനിക്ക് എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ജോലി മേഖലയിൽ എനിക്ക് ലഭിക്കേണ്ട സന്തോഷം നഷ്ടപ്പെടുന്നു. ജോസഫ് മറിയത്തോടൊപ്പം, യേശുവിനോടൊപ്പം സന്തോഷത്തോടെ ജീവിച്ചു. കാരണം ജോസഫ് നയിക്കപ്പെട്ടത് ആത്മാവിലാണ്. ആത്മാവിൽ നയിക്കപ്പെടുന്ന വ്യക്തിക്ക് മാത്രമേ ആ വ്യക്തി ആയിരിക്കുന്നിടങ്ങളിലെ സന്തോഷം അനുഭവിക്കാൻ പറ്റൂ. രണ്ടാമത്തെ കാര്യം, ഒരാൾ ആന്തരിക മുറിവ്, ഒരാൾ വെറുപ്പിനാൽ നയിക്കപ്പെടുമ്പോൾ രണ്ടാമത് സംഭവിക്കുന്ന കാര്യം എന്താണ്? സംഭവിക്കുന്ന കാര്യം നമുക്കറിയാം. ഒരാളുള്ളിൽ ആന്തരിക മുറിവ് വരുമ്പോൾ അയാൾക്ക്
ചെയ്യാൻ ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്തു പോകുന്നു. ചിലർ പെട്ടെന്ന് പറയില്ലേ, എനിക്ക് കോപിക്കാൻ ആഗ്രഹമില്ല, എനിക്ക് എൻ്റെ ഭർത്താവിനോട് ഭാര്യയോട് സ്നേഹമുണ്ട്, പക്ഷെ ഞാൻ കോപിച്ചു പോകുന്നു, എനിക്കിഷ്ടമില്ലാത്തത് ഞാൻ ചെയ്തു പോകുന്നു. ഒരാളുടെ ഉള്ളിൽ ആന്തരിക മുറിവ്, ഒരാളുടെ ഉള്ളിൽ വെറുപ്പ് കിടക്കുമ്പോൾ അയാൾ ഇഷ്ടമില്ലാത്തത് ചെയ്യുന്നു. മൂന്നാമത്തെ കാര്യം എന്താണ്? ചിലർ നമ്മൾ കണ്ടിട്ടില്ലേ, അയാളുടെ ഉള്ളിൽ വെറുപ്പ്, അയാളുടെ വിദ്വേഷം വരുന്നു. വിദ്വേഷം വരുമ്പോൾ സ്വസ്ഥത കിട്ടാൻ വേണ്ടി ചിലർ മദ്യപിക്കും, ചിലർ തിന്മയിൽ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ എൻ്റെ ജീവിത പങ്കാളിൽ നിന്ന് മുറിവ് കിട്ടുന്നു, എൻ്റെ കുടുംബത്തിൽ മുറിവ് കിട്ടുന്നു. ഞാനപ്പോൾ എന്ത് ചെയ്യുന്നു? എനിക്ക് ലഭിക്കാത്ത സ്നേഹം, എനിക്ക് ലഭിക്കാത്ത പരിഗണന തേടി ഞാൻ പോകാൻ തുടങ്ങുന്നു, ഞാൻ തെറ്റിലെത്തുന്നു. എനിക്ക് ലഭിക്കാത്ത സ്വസ്ഥത തേടി ഞാൻ മദ്യത്തിൽ അടിമയാകുന്നു, ഞാൻ മദ്യപാനത്തിൻ്റെ സന്തോഷം തേടി പോകുന്നു. കണ്ടോ, ആന്തരിക മുറിവുകൾ വെറുപ്പ്, തിന്മയിലേക്ക് നയിക്കും. 4, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആന്തരിക മുറിവുകൾ അയാൾ രോഗിയാക്കും. അപ്പോൾ ഒരാളുടെ ഉള്ളിൽ തൃപ്തിപ്പെടാത്ത മോഹങ്ങൾ, ഒരാളുടെ ഉള്ളിൽ മുറിവേൽക്കുന്ന മനസ്സ്, ഒരാളുടെ ഉള്ളിൽ വെറുപ്പ്, അത് 4 കാര്യങ്ങളുടെ അപകടത്തിലേക്ക് അയാൾ നയിക്കും. 1, അയാളുടെ ജീവിതത്തിലെ സന്തോഷം നഷ്ടപ്പെടുത്തും. 2, അയാൾ ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും അയാളിൽ നിന്ന് തിന്മ വരും. 3, അയാൾ പാപത്തിൻ്റെ സന്തോഷങ്ങൾ, പാപത്തിൻ്റെ സ്വസ്ഥത, പാപത്തിൻ്റെ കംഫർട്ട് തേടി അയാൾ പോകും. 4, അയാളുടെ ജീവിതത്തിൽ അയാൾ രോഗിയായിട്ട് മാറും. പ്രിയപ്പെട്ടവരെ, എപ്പോൾ നമ്മൾ നയിക്കപ്പെടുന്നത് വെറുപ്പിനാലോ, നമ്മൾ നയിക്കപ്പെടുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ആന്തരിക മുറിവുകളാലോ ആണെങ്കിൽ, ഒരു നിമിഷം നമുക്ക് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. നമ്മുടെ ഉള്ളിൽ ചിലപ്പോൾ ചില വ്യക്തികളോട് വെറുപ്പുണ്ട്. പ്രിയപ്പെട്ടവർ, ജോസഫ് എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിച്ചു. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ കയ്യിൽ നിന്നാണ് സ്വീകരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, യേശു പറഞ്ഞില്ലേ പീലാത്തോസ് പറഞ്ഞു, നിന്നെ കുരിശിൽ തറച്ചു കൊല്ലാനും വിട്ടയക്കാനും എനിക്ക് അധികാരമുണ്ട്. ഉടനെ യേശു, അത്രയും നേരം മിണ്ടാതിരുന്ന യേശു ചാടിക്കേറി പറഞ്ഞു, ഉന്നതത്തിൽ നിന്ന് അധികാരം കിട്ടിയില്ലായിരുന്നുവെങ്കിൽ നിനക്കെൻ്റെ മേൽ ഒരധികാരവും ഉണ്ടാകുമായിരുന്നില്ല. കാരണം അത് യേശു അപ്പോൾ പറയണം. കാരണം പീലാത്തോസ് ചിന്തിച്ചത്, ഞാനാണ് യേശുവിനെ കുരിശിൽ കിടത്താൻ പോകുന്നത്. എന്നാൽ യേശു പറഞ്ഞു, നീ വിധിക്കുന്ന കുരിശിലല്ല ഞാൻ കിടക്കുന്നത്, എൻ്റെ പിതാവ് അനുവദിച്ച കുരിശിലാണ് ഞാൻ കിടക്കുന്നത്. നമ്മൾ പലപ്പോഴും കിടക്കുന്നത് എൻ്റെ ജീവിത പങ്കാളി നൽകിയ കുരിശിൽ, എൻ്റെ അയൽവക്കാർ നൽകിയ കുരിശിൽ, എൻ്റെ അമ്മായിയമ്മ നൽകിയ കുരിശിൽ, ഇങ്ങനെ നമ്മളുടെ ചുറ്റുമുള്ളവർ നൽകിയ കുരിശിലാണ് നമ്മൾ കിടക്കുന്നത്. ആ കുരിശൊരിക്കലും രക്ഷാകരമാകില്ല. നമ്മൾ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുക. ജോസഫ് ഹെറോദോസിലേക്കല്ല നോക്കിയത്. ജോസഫ് സത്രം കൊടുക്കാതിരുന്നവരിലേക്കല്ല നോക്കിയത്. ജോസഫ്, പ്രിയപ്പെട്ടവരെ, നോക്കിയതെല്ലാം ജീവിതത്തിൽ സംഭവിച്ചതിനെ എല്ലാം രക്ഷയോട് ചേർത്ത് വെച്ച് കണ്ടു. നമ്മുടെ ജീവിതത്തിലെ ലഭിക്കാതെ പോയ സ്നേഹം, ലഭിക്കാതെ പോയ അംഗീകാരം, മനസ്സിലാക്കപ്പെടാതെ പോയ നിമിഷങ്ങൾ, ഒന്നും ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ട് കുറ്റാരോപിതരായ നിമിഷങ്ങൾ, നന്മയ്ക്ക് വേണ്ടി നിന്നിട്ട് നമ്മളെ തെറ്റിദ്ധരിച്ച നിമിഷങ്ങൾ, ഇങ്ങനെ ജീവിതത്തിൽ നമ്മളുടെ മോഹങ്ങളും നമ്മുടെ വികാരങ്ങളും മുറിവേറ്റ നിമിഷങ്ങളുണ്ട്. അതിൻ്റെ എല്ലാം അപ്പുറത്ത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ദൈവം അറിയാതെയും ദൈവം അനുവദിക്കാതെയും ഒന്നും എൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ല. ഇതാണ് പരിശുദ്ധാത്മാവിനോട് പറയുന്നത്. ഒരു നിമിഷം ആരെല്ലാം നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടോ അവരെയെല്ലാം നമുക്ക് ദിവ്യഗാനത്തോട് ചേർത്ത് വയ്ക്കാം. ഈശോയെ, നീ എല്ലാവരെയും പിതാവിൻ്റെ കയ്യിൽ കൊടുത്തു. നീ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്, പിതാവേ, അവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയുന്നില്ല. നീ നിന്നെ വേദനിപ്പിച്ച എല്ലാവരെയും അടുത്ത സെക്കൻഡിൽ പിതാവിൻ്റെ കയ്യിൽ കൊടുത്തു. ഈശോ, ഇപ്പോൾ ഞാൻ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ എൻ്റെ ജീവിതത്തിൽ വേദനകൾ നൽകിയവർ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ മോഹങ്ങൾക്കും എൻ്റെ താല്പര്യങ്ങൾക്കും വിഘ്നം നിന്നവർ, എൻ്റെ ജീവിതത്തിൽ എന്നെ തെറ്റായ വികാരങ്ങളിലേക്ക് എന്നെ ദുരുപയോഗിച്ചുകൊണ്ട് എന്നെ നയിച്ചവർ, ഇങ്ങനെ എൻ്റെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളും മോഹങ്ങളും താല്പര്യങ്ങളും ഇഷ്ടങ്ങളും എൻ്റെ ജീവിതത്തിൻ്റെ നന്മകളും യേശുവേ പല കാലഘട്ടത്തിൽ തല്ലി തകർത്തവർ, അവരെയെല്ലാം ഞാൻ നിന്നോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, നീ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാൻ, നീ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ എന്നെ നീ പഠിപ്പിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ കൃപയേകണേ യേശുവേ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ
കൃപയേകണേ. യേശുവേ ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ കൃപയേകണേ. യേശുവേ ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ കൃപയേകണേ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ കൃപയേകണേ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ കൃപയേകണേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ എത്രയോ പേരെയാണ് അവരുടെ വികാരം, അവരുടെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കാതെ നമ്മൾ വേദനിപ്പിക്കുന്നത്. അവരുടെ കുറവുകൾ മനസ്സിലാക്കാതെ നമ്മൾ അവരെ വേദനിപ്പിക്കുന്നത്. നമ്മൾ ആരെയെല്ലാം വേദനിപ്പിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ നമ്മൾ നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ നിലപാടുകൾ, നമ്മളുടെ അവഗണന, ഇതെല്ലാം മൂലം വേദനിക്കപ്പെട്ട ഒരുപാട് പേരുണ്ട്. ഈശോയെ, എൻ്റെ വാക്കോ, എൻ്റെ പ്രവൃത്തിയോ, എൻ്റെ പെരുമാറ്റമോ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഞാൻ തിരിച്ചറിയുന്നു, ഞാൻ സ്നേഹം കൊടുക്കുന്ന വ്യക്തിയാകണം, ഞാൻ സമാധാനം കൊടുക്കുന്ന വ്യക്തിയാകണം, ഞാൻ സന്തോഷം കൊടുക്കുന്ന വ്യക്തിയാകണം, ഞാൻ ആനന്ദം കൊടുക്കുന്ന വ്യക്തിയാകണം. യേശുവേ, സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. പ്രാർത്ഥിക്കാം. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ കൃപയേകണേ. 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 കരങ്ങൾ ഹൃദയത്തോട് ചേർക്കാം. എന്താണ് എന്നെ നയിക്കുന്നത്? എന്നെ നയിക്കുന്നത് യേശുവിൻ്റെ ആത്മാവാണോ? എന്നെ, എൻ്റെ കുടുംബത്തെ നയിക്കുന്നത് ലോകത്തിൻ്റെ ആത്മാവാണോ? ലോകത്തിൻ്റെ ആത്മാവിൻ്റെ പ്രത്യേകത എന്താണ്? ലോകത്തിൻ്റെ ആത്മാവിൻ്റെ പ്രത്യേകത എന്നെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക, എന്നോട് വെറുപ്പ് കാണിക്കുന്നവരോട് വെറുപ്പ് കാണിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മളെ പലരെയും നയിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവല്ല. നമ്മൾ പലരും പല കാര്യങ്ങൾക്ക് കീഴിലാണ്. ചിലർ ഭയത്തിൻ്റെ കീഴിലാണ്, ചിലർ വെറുപ്പിൻ്റെ കീഴിലാണ്, ചിലർ കുറ്റബോധത്തിൻ്റെ കീഴിലാണ്, ചിലർ ആസക്തിയുടെ കീഴിലാണ്, ചിലർ ചില ജഡിക വികാരങ്ങളുടെ കീഴിലാണ്. നമ്മളൊരു കാര്യം ഓർക്കുക, നമ്മൾ നയിക്കപ്പെടേണ്ടത് ഇവയൊന്നിനാലുമല്ല. നമ്മൾ നയിക്കപ്പെടേണ്ടത് ദൈവത്തിൻ്റെ ആത്മാവിനാലാണ്. ചിലർ ഭയത്തിൻ്റെ കീഴിൽ, നല്ല പോലെ പഠിക്കാൻ കഴിവുണ്ട്, എക്സാം ഭയമാകുമ്പോൾ ആ പഠനം അനുഗ്രഹമാകുന്നില്ല. നല്ല സ്വഭാവമാണ്, നല്ല സ്നേഹമാണ്, എന്നാൽ മദ്യപാനത്തിന് അടിമയാകുമ്പോൾ ആ സ്നേഹം, ആ നന്മ അനുഭവിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ നയിക്കപ്പെടേണ്ടത് ദൈവാത്മാവിൻ്റെ കീഴിലാണ്. ദൈവാത്മാവിൻ്റെ കീഴിൽ നയിക്കപ്പെടുമ്പോൾ മാത്രമേ എനിക്ക് രക്ഷ, എനിക്ക് സന്തോഷം, എനിക്ക് ദൈവിക മഹത്വം കാണാനും അനുഭവിക്കാനും പറ്റുകയുള്ളൂ. ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയോ ആയിക്കൊള്ളട്ടെ, ഞാൻ നയിക്കപ്പെടേണ്ടത് ഈ കാര്യത്താലല്ല, ഒരു തിന്മയാലല്ല, ഒരു തിന്മയുടെ കീഴിലല്ല, ഒരു ഭയത്താലല്ല. ഒരു കഴിഞ്ഞ നാളിലുണ്ടായ ഒരു പരാജയം, എനിക്ക് ബിസിനസ് ഒരു പരാജയം ഉണ്ടായി, ഇനി എൻ്റെ ആയുസ് തീരുന്നവരെ ഈ പരാജയത്തിൻ്റെ കീഴിലല്ല. എൻ്റെ പ്രിയപ്പെട്ട ഒരാൾ മരിച്ചുപോയി, ഇനി ആയുസ് തീരുന്നത് വരെ ഞാൻ ഈ ദുഃഖത്തിൻ്റെ കീഴിലല്ല. എനിക്ക് ഒരു നഷ്ടമുണ്ടായി, ഇനി ആയുസ് തീരുന്നത് വരെ ഞാൻ ഈ നഷ്ടത്തിൻ്റെ കീഴിലല്ല. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തെ ഈ നഷ്ടത്തിൻ്റെ, ഈ ഭയത്തിൻ്റെ, ഈ ദുഃഖത്തിൻ്റെ, ഈ അടിമത്തത്തിൻ്റെ കീഴിൽ നിന്ന് മാറ്റി ഞാൻ എൻ്റെ ജീവിതത്തെ ദൈവത്തിൻ്റെ ആത്മാവിന് വിട്ടുകൊടുക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ദൈവം ഒരുക്കുന്ന രക്ഷ ഞാൻ സ്വീകരിക്കും. നമുക്ക് നമ്മുടെ കുടുംബത്തെ, നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും സമർപ്പിച്ച് ദൈവാത്മാവിനാൽ ഞങ്ങളെ നയിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ കൃപയേകണേ.
ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ കൃപയേകണേ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ കൃപയേകണേ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ കൃപയേകണേ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ കൃപയേകണേ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ കൃപയേകണേ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ കൃപയേകണേ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ കൃപയേകണേ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യൗസേപ്പിതാവിനോടുള്ള സമർപ്പണ പ്രാർത്ഥന. നമുക്ക് നമ്മുടെ കുടുംബങ്ങളെയും കുടുംബത്തിൻ്റെ പ്രാർത്ഥനകളെയും വിശുദ്ധ ഔസേപ്പിതാവിന് സമർപ്പിച്ച് തുടർന്നു വരുന്ന പ്രാർത്ഥനയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവത്തിൻ്റെ വിശ്വസ്ത പുത്രനും ദൈവകുമാരനെ വളർത്തുവാൻ ഭരമേൽപ്പിക്കപ്പെട്ടവനുമായ വിശുദ്ധ യൗസേപ്പിതാവേ, ദൈവസ്നേഹവും വിശുദ്ധിയും കരുണയും നിറഞ്ഞു നിന്ന അങ്ങയെയാണല്ലോ തിരുക്കുടുംബത്തിൻ്റെ പരിപാലകനായി ദൈവം നിശ്ചയിച്ചത്. വിശുദ്ധ യൗസേപ്പിതാവേ, ഞങ്ങളും ദൈവസ്നേഹത്തിലും വിശുദ്ധിയിലും കരുണയിലും വളരുവാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ഓരോ നിമിഷവും ദൈവഹിതം അന്വേഷിക്കുകയും ദൈവഹിതത്തിന് വിധേയപ്പെടുകയും ചെയ്ത വിശുദ്ധ യൗസേപ്പിതാവേ, അനുദിന ജീവിതത്തിൽ ദൈവഹിതം അന്വേഷിക്കുവാൻ അതിന് വിധേയപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധ യൗസേപ്പിതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും അങ്ങ് വഴി ഈശോയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ അപേക്ഷകൾ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഈശോയിൽ നിന്ന് ഈ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ. ആമേൻ.